നിങ്ങൾക്കും പ്രസംഗകരാകാം എന്ന പ്രസംഗ പരിശീലന പരിപാടിയിലെ 15ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സ്വാഗത പ്രസംഗം പറയേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ചടങ്ങിലെ ആദ്യത്തെ പ്രസംഗം എന്ന നിലയിൽ സ്വാഗത പ്രസംഗത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. എല്ലാവരും സ്വാഗത പ്രസംഗം ശ്രദ്ധിക്കും. അതുകൊണ്ട് നന്നായി ഒരുങ്ങി വേണം സ്വാഗതം പറയാൻ. വിജയിക്കുന്ന സ്വാഗത പ്രസംഗങ്ങൾ വളരെ ചുരുക്കമാണ്. അതിനുള്ള കാരണങ്ങൾ വളരെ വ്യക്തവുമാണ്. ഒന്ന്, സ്വാഗത പ്രസംഗത്തെ പലരും ഗൗരവമായി കാണുന്നില്ല. 2, പ്രസംഗിക്കാൻ വശമില്ലാത്തവരാണ് സ്വാഗത പ്രസംഗകരിൽ അധികം പേരും. സാധാരണ നിലയിൽ ചടങ്ങിൻ്റെ സംഘാടകരോ സംഘടനയുടെ ഭാരവാഹികളോ ആയിരിക്കും സ്വാഗതം പറയുക. നിർബന്ധമായി വന്നുചേരുന്ന ഒരു കടമയെന്ന നിലയിൽ അതിനെ വെറുമൊരു ചടങ്ങായി മാത്രമാണ് പലരും കാണുക. തെറ്റായ ഈ സമീപനം മാറ്റാതെ നല്ല സ്വാഗതം പറയാനാവുകയില്ല. സ്വാഗത പ്രസംഗം മറ്റു പ്രസംഗങ്ങൾ പോലെയല്ല. അതിൽ വിഷയാവതരണവും വിശകലനവുമില്ല. 2 കാര്യങ്ങളാണ് സ്വാഗത പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. ഒന്ന്, അവിടെ നടക്കുന്ന ചടങ്ങ് എന്ത് എന്ന് 1-2 വാക്യങ്ങളിൽ ചുരുക്കി പറയണം. 2, ചടങ്ങിൽ സംസാരിക്കുന്ന വിശിഷ്ട അതിഥികളെ സദസ്സിന് പരിചയപ്പെടുത്തുകയും അവർക്ക് സ്വാഗതം ആശംസിക്കുകയും ചെയ്യണം. ചുരുക്കത്തിൽ സ്വാഗത പ്രസംഗം പരിചയപ്പെടുത്തൽ പ്രസംഗമാണ്. ചടങ്ങിൻ്റെ പശ്ചാത്തലവും ഉദ്ദേശലക്ഷ്യങ്ങളും സ്വാഗത പ്രസംഗകൻ അറിഞ്ഞിരിക്കണം. അത് ആകർഷകമായ വാക്കുകളിൽ അവതരിപ്പിക്കുകയും വേണം. അതുപോലെ തന്നെ ചടങ്ങിൽ സംബന്ധിക്കുന്നവരെക്കുറിച്ചും കൃത്യമായ അറിവ് നേടിയിരിക്കണം. അതിഥികളുടെ പേരും പദവിയും സ്ഥാനവുമൊന്നും തെറ്റിച്ച് പറയാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് അതിഥികളോടുള്ള അനാദരവാകും. സംഘാടകരുടെ അഭിമാനക്ഷതത്തിനും അതിടയാക്കും. അതുകൊണ്ട് കൂടുതൽ അതിഥികളുള്ളപ്പോൾ വിവരങ്ങൾ സ്പഷ്ടമായി എഴുതി തയ്യാറാക്കി വേദിയിലെത്തുക. വിശിഷ്ട വ്യക്തികളുടെ പേര് മാത്രം പറഞ്ഞ് ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് വിശിഷ്ട വ്യക്തികളുടെ പേരും മറ്റു വിശദാംശങ്ങളും ശേഖരിക്കണം. അതിഥിയെ ക്ഷണിച്ചവരോട് ചോദിച്ചും അതിഥിയോട് നേരിട്ട് ചോദിച്ചും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയും മറ്റും വിവരശേഖരണം നടത്താവുന്നതാണ്. അഭിസംബോധനയോടെയാണ് സ്വാഗത പ്രസംഗം ആരംഭിക്കുന്നത്. ഉയർന്ന പ്രോട്ടോക്കോൾ ഉള്ളവരോ അതിവിശിഷ്ട വ്യക്തികളോ ആണ് ഉദ്ഘാടകരെങ്കിൽ അവരെ ആദ്യം അഭിസംബോധന ചെയ്യണം. തുടർന്ന് അധ്യക്ഷനെ അഭിസംബോധന ചെയ്യുക. ഒരേ പ്രോട്ടോക്കോൾ ഉള്ളവർ വേദിയിലുണ്ടെങ്കിൽ ആദ്യം അഭിസംബോധന ചെയ്യേണ്ടത് അധ്യക്ഷനെയാണ്. പേരും പദവിയും ചേർത്താണ് അഭിസംബോധന ചെയ്യേണ്ടതെന്ന് മറ്റൊരു എപ്പിസോഡിൽ വിശദീകരിച്ചത് ഇവിടെ ഓർമ്മിക്കുമല്ലോ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ സ്വാഗതം ആശംസിക്കുകയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അടുത്തത് സ്വാഗത പ്രസംഗം എന്ന അറിയിപ്പിന് ശേഷം സ്വാഗത പ്രസംഗകൻ വേദിയിലെത്തുമ്പോൾ അയാൾ വന്നിരിക്കുന്നത് പാട്ടുപാടാനോ ഡാൻസ് കളിക്കാനോ മിമിക്രി അവതരിപ്പിക്കാനോ അല്ലെന്ന് വ്യക്തം. അറിയിപ്പ് നൽകാൻ ആരുമില്ലെങ്കിൽ പ്രസംഗകരെ ക്ഷണിക്കാനുള്ള ഉത്തരവാദിത്വം അധ്യക്ഷന് തന്നെയാണ്. വിശിഷ്ട അതിഥികളെ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ മഹത്വവും പ്രാധാന്യവുമനുസരിച്ച് ഏതാനും വാക്യങ്ങൾ പറയാം.
എന്നാൽ അത് ഒരു കാരണവശാലും അതിശയോക്തിയോ അതിവർണ്ണനയോ ആകരുത്. അദ്ദേഹം വഹിച്ച 1-2 പ്രധാനപ്പെട്ട സ്ഥാനങ്ങളോ ലഭിച്ച പുരസ്കാരങ്ങളോ ശ്രദ്ധിക്കപ്പെട്ട 1-2 പുസ്തകങ്ങളോ പരാമർശിക്കാവുന്നതാണ്. വ്യക്തികളുടെ പ്രാധാന്യമനുസരിച്ചായിരിക്കണം ഉപയോഗിക്കുന്ന വാക്കുകളുടെ എണ്ണം. ആരുടെയൊക്കെ പേരിലാണ് സ്വാഗതം ആശംസിക്കേണ്ടതെന്നും അറിഞ്ഞിരിക്കണം. സാധാരണ നിലയിൽ യോഗത്തിൻ്റെ പേരിലാണ് സ്വാഗതം ആശംസിക്കേണ്ടത്. ഒരു സംഘടനയോ ട്രസ്റ്റോ ആണ് യോഗം സംഘടിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ സ്വാഗതം പറയാം. എൻ്റെ വ്യക്തിപരമായ പേരിലും ഭാര്യയുടെ പേരിലും എന്നൊക്കെ പറയാതിരിക്കുന്നതാണ് ഭംഗി. എന്നാൽ സ്വാഗത പ്രസംഗകന് അതിഥിയുമായി ദീർഘകാലത്തെ ഔദ്യോഗിക ബന്ധങ്ങളുണ്ടെങ്കിൽ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കാം. സ്വാഗത പ്രസംഗകൻ നിർബന്ധമായും ഒഴിവാക്കേണ്ട ചില പ്രയോഗങ്ങളുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ, ക്ഷണിക്കാതെ ആരെങ്കിലും വേദിയിൽ പ്രവേശിക്കുമോ? നിരവധിയായ ജോലി തിരക്കുകൾക്കിടയിലും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന യാതൊരു ജോലിയുമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണോ പ്രസംഗം? നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിയ, പ്രസംഗിക്കാൻ പോകുന്നത് സ്നേഹം കൊണ്ടല്ല, വളരെയേറെ യാത്രാക്ലേശങ്ങൾ സഹിച്ച് പ്രസംഗിക്കാൻ നടന്നല്ല സമ്മേളന സ്ഥലത്ത് എത്തുന്നത്. ഇത്തരത്തിലുള്ള പതിവ് ശൈലികൾ അരോചകമാണ്. സ്വാഗതം പൂർണ്ണമാകുന്നത് സദസ്സിനു കൂടി സ്വാഗതം ആശംസിക്കുമ്പോഴാണ്. സദസ്സിൻ്റെ വലിപ്പവും സ്വഭാവവും അനുസരിച്ച് ഏതാനും വാക്യങ്ങൾ പറയാവുന്നതാണ്. പരിപാടിയുടെ വിജയം അവരെ ആശ്രയിച്ചിരിക്കുന്നു എന്ന ധ്വനി വാക്കുകളിൽ മുഴങ്ങണം. സദസ്സിനോടുള്ള മതിപ്പും ആദരവും പ്രകടമാക്കുന്ന വിധത്തിൽ സംസാരിക്കണം. സ്വാഗതം വ്യക്തികളെക്കുറിച്ചാകയാൽ ഉപയോഗിക്കുന്ന വാക്കുകൾ വശ്യതയുള്ളതും സ്വരം ഹൃദ്യവുമായിരിക്കാൻ ശ്രദ്ധിക്കണം. വിഷയം എത്ര ഗൗരവമുള്ളതാണെങ്കിലും സദസ്സ് എത്ര വലുതാണെങ്കിലും സ്വാഗത പ്രസംഗം 5 മിനിറ്റിൽ കഴിയാതിരിക്കുന്നതാണ് ഉത്തമം. ഒരുക്കവും ശ്രദ്ധയും കുറയും തോറും സ്വാഗതത്തിൻ്റെ നീളം കൂടും. സ്വാഗതം നീണ്ടുപോയാൽ അതിനർത്ഥം പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കടന്നുകൂടി എന്നാണ്. നടക്കുന്ന പരിപാടിയെക്കുറിച്ച് അറിയാവുന്നതെല്ലാം പറഞ്ഞ ശേഷമാണ് പലരും എൻ്റെ കർത്തവ്യത്തിലേക്ക് ഇനി കടക്കട്ടെ എന്ന് പറയുന്നത്. അത് അക്ഷന്തവ്യമായ തെറ്റാണ്. സ്വാഗത പ്രസംഗകൻ്റെ കടമ പ്രസംഗിക്കുകയല്ല, പ്രസംഗം പറയുന്നതിനാണ് വിശിഷ്ട അതിഥികൾ എത്തിയിരിക്കുന്നത് എന്ന് സ്വാഗത പ്രസംഗകൻ മറക്കരുത്. അവർക്ക് വഴിയൊരുക്കുക മാത്രമാണ് സ്വാഗത പ്രഭാഷകൻ്റെ ഉത്തരവാദിത്വം. വിഷയത്തെയും പ്രഭാഷകരെയും സദസ്സിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി എന്ന നിലയിൽ സ്വാഗത പ്രസംഗകന് വിഷയത്തെക്കുറിച്ച് ഏതാനും വാക്യങ്ങൾ പറയാൻ അവകാശമുണ്ട്. ഒരു കർഷക മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിക്ക് സ്വാഗതം ആശംസിക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഓണവാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. മനുഷ്യരെല്ലാവരും സമത്വസുന്ദരമായ ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നമാണ് ഓണാഘോഷത്തിൻ്റെ പൊരുൾ. ഓണസദ്യ ആസ്വദിച്ചും ഓണക്കളികൾ നടത്തിയും ഓണപ്പാട്ട് പാടിയും പൂക്കളം വരച്ചുമൊക്കെ എല്ലാവരും ഓണത്തിൻ്റെ ആഹ്ലാദം പങ്കിടുന്നു. കാണം വിറ്റും ഓണമുണ്ണണമെന്നാണല്ലോ ചൊല്ല്. പ്രദേശവാസികൾക്ക് ഓണവിഭവങ്ങൾ ന്യായവിലയ്ക്ക് വാങ്ങുന്നതിനുള്ള സൗകര്യം ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഓണച്ചന്തയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ഇവിടെ എത്തിയിട്ടുള്ളത് സിവിൽ സപ്ലൈസ് മന്ത്രി ബഹുമാനപ്പെട്ട ഇന്നയാളാണ്.
പാവപ്പെട്ടവരിൽ നിന്ന് ഉയർന്നു വന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ച് പാവപ്പെട്ടവരുടെ മന്ത്രി എന്ന് പേരെടുത്ത ബഹുമാനപ്പെട്ട ഇന്ന ആൾ സാറിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു.